ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഗ്രൂപ്പ് ബി സി പോസ്റ്റുകളിലേക്ക് ഉയർന്ന സാലറിയോടെ നിങ്ങൾക്കും ജോലി നേടാം. എക്സ്പേർട്സിന്റെ കീഴിൽ വരുന്ന ക്ലാസുകളും റെഗുലർ മോക്ക് ടെസ്റ്റുകളും വീക്ക്ലി ടെസ്റ്റുകളും ഉൾപ്പെടുന്ന ബെസ്റ്റ് ക്ലാസുകളാണ് SSC മലയാളിയുടെ SSC റെഗുലർ ഓഫ്ലൈൻ ബാച്ച്. അപ്പോൾ അടുത്ത വർഷം ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് ആകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ SSC മലയാളിയുടെ പുതിയ ഓഫ്ലൈൻ ബാച്ച് ഫെബ്രുവരി 27 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി SSC മലയാളി എന്തിന് ചൂസ് ചെയ്യണം? അതിനുള്ള ഉത്തരം ഇവർ പറയും. ഞാൻ സോഹിൻ, ഞാൻ SSC മലയാളിയിലേക്ക് 11th ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് എന്ന് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ഡൗട്ട് കൊണ്ട് വേണമെങ്കിലും നമുക്ക് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സും ഫാക്കൽറ്റി മെമ്പേഴ്സും എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. മോക്ക് ടെസ്റ്റുകളായാലും ഇപ്പം ഡെയിലി ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓരോ സബ് ടോപ്പിക്സ് വെച്ചിട്ടുള്ള ടെസ്റ്റുകളായാലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓരോ ബാച്ചിലേക്കും ഇവിടുന്ന് മെൻറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റി മെമ്പേഴ്സിന് കിട്ടുന്ന സപ്പോർട്ടിനേക്കാളും കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള മെൻറ്റേഴ്സാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ആവുന്നത്. എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമായ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് ഇത്തരം മെൻറ്റേഴ്സിൻ്റെ അടുത്തുനിന്നാണ്. SSC മലയാളിയുടെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്നത് ഇവിടുത്തെ 24 hours നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ലൈബ്രറിനെ കുറിച്ചിട്ടാണ്. ടെലിഗ്രാം ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, ഇവിടുത്തെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ഡിസ്കഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഓഫ്ലൈൻ ബാച്ചിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ മെത്തേഡ്സ് മാത്രമല്ല, ഒരുപാട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് നല്ല മെത്തേഡ്സ് ആയിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യും. അതൊക്കെ എനിക്ക് ഇവിടുത്തെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ മോക്കിൽ ഒരു 80 to 100 മാർക്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം കൺസിസ്റ്റൻ്റായി 130, 140 അടുപ്പിച്ച് മാർക്കുകൾ കിട്ടുന്നുണ്ട്.